ഹായ് ഫ്രണ്ട്സ്, ചമ്പോപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പാചകമല്ല ചെയ്യുന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ ഒരു ബ്യൂട്ടി ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതേപോലെ 50-നും 60-നും ഒക്കെ വയസ്സിന് ഇടയിലുള്ള സ്ത്രീകളെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലോ മുഖചർമ്മം മങ്ങുന്നു, മുഖത്ത് ചുളിവുകൾ വീഴുന്നു, മുഖത്തെ ശോഭ കുറയുന്നു എന്നൊക്കെ ഉള്ളത്. അത് വലിയൊരു പ്രശ്നമാണ് അല്ലേ? അപ്പോൾ അതിനൊക്കെ നമുക്കൊരു പരിഹാരം കണ്ടുപിടിക്കണ്ടേ? അതിനുവേണ്ടി ഒരു പരിഹാരമാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ മുഖം എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം, നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവണം എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്നതാണ്. നമുക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ തൊലിക്ക് വ്യത്യാസം ഉണ്ടാകും. സ്കിന്നിന് ചുളിവുകൾ വീഴും, പാടുകൾ പിടിക്കും, അങ്ങനെ പല പല കുഴപ്പങ്ങളും നമ്മുടെ സ്കിന്നിനുണ്ടാകും. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മുടെ മുഖത്തിനാണ് അല്ലേ? മുഖചർമ്മം ഏറ്റവും മാർദ്ദവമുള്ള ചർമ്മമാണ്. ഈ മുഖചർമ്മത്തിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കിന്നിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കറുത്തപാടുകൾ വീഴുകയും ചുളിവുകൾ വീഴുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രായം കൂടുന്തോറും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സ്കിന്നിന് ചുളിവുകളും പാടുകളും ഒക്കെ ഉണ്ടാകുന്നത്. നമുക്കതൊക്കെ ഒരു പരിധി വരെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. ചുളിവുഞ്ഞ മുഖവും പാണ്ടുകളുള്ള മുഖവും ഒക്കെ ആയിട്ട് നമ്മൾ നടക്കേണ്ട ഒരു കാര്യവുമില്ല. പ്രായമായി എന്ന് കരുതി അങ്ങനെ നടക്കേണ്ട കാര്യമില്ല. നമുക്കും വൃത്തിയായിട്ട് നടക്കാനായിട്ടുള്ള പല പല ടിപ്സുകളും ഉണ്ട്. നമുക്കതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. സമയം കിട്ടുമ്പോഴൊക്കെ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ ബ്യൂട്ടി പാർലറിലും ഒക്കെ പോയി ഫേഷ്യലൊക്കെ ചെയ്ത് അവർ നല്ല മുഖചർമ്മമൊക്കെ നല്ല മിനുസമാക്കി നടക്കും. പക്ഷേ നമ്മളെപ്പോലെയുള്ളവർക്ക് അതൊന്നും സാധിച്ചെന്ന് വരികയില്ല. ബ്യൂട്ടി പാർലറിൽ പോകാനും പറ്റില്ല, കൊണ്ടുപോകാൻ ആരും ഉണ്ടാവുകയില്ല. മക്കളോടൊക്കെ പറഞ്ഞാലോ, ഓ ഫേഷ്യലൊന്നും ഇപ്പോൾ ചെയ്യണ്ട, അമ്മച്ചി വീട്ടിലിരുന്നോ എന്ന് പറയും. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുഖം ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. അതാണ് നല്ലതും. കെമിക്കലുകളൊന്നും ചേരുന്നില്ല, ദോഷങ്ങളൊന്നുമില്ല, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, ആരെയും ആശ്രയിക്കുകയും വേണ്ട. അല്ലാതെ തന്നെ നമ്മുടെ മുഖം നമുക്ക് ഫേഷ്യൽ ചെയ്യാനായിട്ട് സാധിക്കും. മുഖം മിനുസമാക്കി എടുക്കാനായിട്ട് സാധിക്കും. മുഖത്തെ പാടുകൾ ചുളിവുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. അതിനായിട്ട് ഞാനിവിടെ പറഞ്ഞു തരുന്ന ഒരു ടിപ്പുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. നമ്മൾ കറി വെക്കാൻ വാങ്ങിക്കുന്ന വെള്ളരി. ഇത് കണ്ടോ വെള്ളരിയുടെ അകം കണ്ടോ എന്നാ നല്ല നിറമാണെന്ന്. നമുക്ക് ഈ നിറം കിട്ടും ഈ വെള്ളരി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. ഈ വെള്ളരി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയാം. വെള്ളരി കുറച്ച് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് വെറുതെ ഇങ്ങനെ മുഖത്ത് തൂത്താൽ മതി. നല്ല തണുപ്പാണ് ഇത് തൂത്ത് കഴിയുമ്പോഴേ. വെള്ളരിക്ക് നല്ല വെള്ള നിറമാണല്ലോ, ആ നിറം നമുക്ക് ലഭിക്കും. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഇതിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് മുഖത്ത് നന്നായിട്ട് പുരട്ടുകയാണെങ്കിലും നല്ലതാണ്. മുഖത്തിന് നല്ല തണുപ്പ് കിട്ടും. അതാണ് ഏറ്റവും നല്ലൊരു പ്രത്യേകത. ഇതിങ്ങനെ തൂത്തപ്പോൾ തന്നെ എന്തൊരു തണുപ്പാണെന്നറിയാവോ? നല്ലൊരു തണുപ്പ് കിട്ടും. മുഖചർമ്മം മാർദ്ദവമാകുകയും ചെയ്യും, മിനുസമാകുകയും ചെയ്യും, പാടുകളും ചുളിവുകളും എല്ലാം മാറുകയും ചെയ്യും. നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുള്ളതാണ് വെള്ളരിക്ക. വെള്ളരിക്കയ്ക്ക് വലിയ ക്ഷാമമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് വെള്ളരിക്ക എല്ലാവരുടെയും വീട്ടിൽ വരുന്ന ഒരു വസ്തുവാണ് വെള്ളരിക്ക. ഇത് വാങ്ങിച്ചിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ട് പുരട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് മുറിച്ചെടുത്തതിന് ശേഷം മുഖത്തിങ്ങനെ നന്നായിട്ട് തൂത്ത് കൊടുക്കുക. മുഖത്തെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തൂക്കുക. അരച്ചെടുത്ത് പുരട്ടുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. നല്ല തണുപ്പും കിട്ടും, കുറച്ചുകൂടി നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഞാനിന്ന് പറഞ്ഞു തരുന്ന ടിപ്പ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കണം. അധികം ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഈ വെള്ളരിക്ക കൊണ്ട് തന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്ന മുഖത്തെ ചുളിവുകളും പാടുകളും എല്ലാം നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല റിസൾട്ട് കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.